അത്ഭുത മെഡലിൻ്റെ അമ്മ. കന്യകാമറിയം തൻ്റെ പ്രിയമക്കൾക്ക് നൽകുന്ന കൃപയുടെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും അടയാളമാണ് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ അത്ഭുത മെഡൽ. ഫ്രഞ്ച് സന്യാസിനിയായ കാതറിൻ ലബോർഗിക്ക് 1830 ജൂലൈ 18 ഫ്രാൻസിലെ പാരീസിൽ പരിശുദ്ധയമ്മയുടെ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടലിൽ സമ്മാനമായി നൽകിയതാണ് ഈ അത്ഭുത മെഡൽ. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. അവളുടെ പാദങ്ങളുടെ കീഴിൽ സാത്താൻ ഞെരുക്കപ്പെടുന്നു. അവളോട് അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് വിടർത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ. ആ മെഡലിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മറിയമേ, ഉത്ഭവപാപമില്ലാതെ ജനിച്ചവളെ, നിന്നോട് സഹായം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ മുഖം പ്രഭാപൂർണമായിരുന്നു. തല ഒരു വെളുത്ത മൂടുപടം കൊണ്ട് പൊതിഞ്ഞിരുന്നു. നീല അങ്കി തോളിലുണ്ടായിരുന്നു. അമ്മ പ്രത്യക്ഷയായത് ഒരു ഓവൽ ഷേപ്പിനുള്ളിലായിരുന്നു. മെഡലിന്റെ മറുപുറം കാണിക്കാനായി അമ്മ തിരിയുകയും മറുഭാഗത്ത് എം എന്ന ഇംഗ്ലീഷ് അക്ഷരവും അതിനു മുകളിൽ ഒരു കുരിശും അതിനോട് ചേർന്ന് 2 ഹൃദയങ്ങളും ചുറ്റും 12 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ എം എന്ന അക്ഷരം മറിയത്തെയും കുരിശ് ഈശോയുടെ കുരിശുമരണത്തെയും സൂചിപ്പിക്കുന്നു. ഭൂഗോളത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ദണ്ട്. ഇടതുഭാഗത്തുള്ള ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തെയും വലതുഭാഗത്തുള്ള ഹൃദയം മാതാവിൻ്റെ വിമല ഹൃദയത്തെയും സൂചിപ്പിക്കുന്നു. ഇവയ്ക്ക് ചുറ്റുമുള്ള 12 നക്ഷത്രങ്ങൾ 12 സ്ലീഹന്മാരെ പ്രതിനിധീകരിക്കുന്നു. ഈ ഹൃദയങ്ങൾക്ക് മുകളിലുള്ള തീനാവുകൾ ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും അവർക്ക് നമ്മോടുള്ള സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. വിശ്വാസത്തോടെ ഈ മെഡൽ ധരിച്ച് പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ടു പോകുവാനുള്ള കൃപ നൽകി അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.